പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ കാണുന്ന ചെറുതേനീച്ച കൂട്ടിൽ നിന്ന് തേനെടുക്കുകയും അതേപോലെ തന്നെ ഈ കൂടിനെ നമ്മൾ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു കൂട്ടിലോട്ട് വേറെ മുളയുടെ ഒരു പീസിലോട്ട് നമ്മൾ വേറൊരു കൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കൂട് നിങ്ങൾ നോക്കുക, ഇവർ ഡോറൊക്കെ പണിത് ഇപ്പോൾ ഈച്ചകളൊക്കെ വന്നു പോകുന്നുണ്ട്. ഒരുപാട് ഈച്ചകൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കൂട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട്. ഇനി അവർ തേൻ ശേഖരണവും അവരുടെ പരിപാടി പണികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കോളും. നമ്മൾക്ക് അടുത്ത പ്രാവശ്യം ഇതേ സമയത്ത് ഈ കൂടിനെ വീണ്ടും 2 കൂടാക്കുകയും ചെയ്യാം, തേൻ എടുക്കുകയും ചെയ്യാം. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്, അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കൂട്ടിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പോയ മുളയുടെ ഒരു പീസിലാണ് വെച്ചത്. അങ്ങോട്ട് പോയി നോക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഞാൻ നമ്മുടെ വീടിൻ്റെ പുറഭാഗത്ത് കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിട്ടേക്കുവാണ്. കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് നോക്കുക. ഇതിൻ്റെ വാതിലൊക്കെ നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. നമ്മളെ കണ്ടപ്പോഴേക്കും കുറച്ച് ഫ്രണ്ടിലുണ്ടായിരുന്ന ഈച്ചകളങ്ങ് മാറി നിന്നതാണ്. എന്തായാലും അവർ കൂടിൻ്റെ പണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു. ഉറുമ്പൊന്നും കയറിയിട്ടില്ല. ഈച്ചകളൊക്കെ പണിക്ക് പോയിട്ട് വരുന്നുണ്ട്. വേറെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 കൂട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഈ 2 കൂട്ടിൽ നിന്ന് നമ്മൾക്ക് തേനെടുക്കുകയും ചെയ്യാം. ഈ ഓരോ കൂടും നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേറെ കൂടാക്കുകയും ചെയ്യാം. ഇതാണ് ഈ വർഷം കിട്ടിയിരിക്കുന്ന ചെറുതേന്. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ വീഡിയോകളുടെ ലിങ്ക് ഇതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നിങ്ങളൊരു 3-4 വീഡിയോ ഉണ്ട് ഇതിനകത്ത്. അതെല്ലാം ഒന്ന് കണ്ടാൽ മതി. ഏത് സാധാരണക്കാർക്കും ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ.